മാക്സി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഉള്ള ബിറ്റ് ആയിട്ടായിരിക്കും ലഭിക്കുക. ഈ ബിറ്റ് നമ്മൾ കറക്റ്റ് സെന്ററിൽ മടക്കിയിട്ട് ഇതുപോലെ നിർത്തി ആണ് ടേബിളിൽ വെക്കേണ്ടത് കേട്ടോ. ഈ ഫോൾഡ് വരുന്ന ഭാഗം മുകൾ ഭാഗത്തേക്ക്, അതായത് കഴുത്ത് മാർക്ക് ചെയ്യുന്ന ഭാഗത്തേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഇനി നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്യുന്നത് കഴുത്താണ്. കഴുത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അളവ് മാക്സി ഇതുപോലെ എടുക്കാം. സാധാരണ 3 ഇഞ്ചാണ് വരിക കേട്ടോ. അതായത് 6 ഇഞ്ചാണ് നീർത്തിയിടുമ്പോൾ വരിക. അതിന്റെ നേർപകുതി ഇപ്പൊ നിങ്ങൾ അളവ് എത്രയാണോ അത് എടുക്കുക. ഇതിൽ ഞാനൊരു 6.5 ഇഞ്ചാണ് കഴുത്ത് വരുന്നത്. ഞാൻ അതിന്റെ നേർപകുതി എടുക്കാം. ഇനി കഴുത്തിന്റെ ഇറക്കം നോക്കാൻ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പീസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ബാക്ക് പീസിന്റെ അളവാണ് കേട്ടോ നോക്കേണ്ടത്. ഫ്രണ്ട് പീസ് 5.5 6 ഇഞ്ചൊക്കെയാണ് സാധാരണ വരാറ്. നമ്മൾ ബാക്ക് പീസിലാണ് മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്ക് പീസിന്റെ അളവാണ് എടുക്കുന്നത്. 2.5 ഇഞ്ച് താഴോട്ടും സൈഡിലോട്ട് ഒരു 3 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമ്മൾ നേർത്തിയിടുമ്പോൾ കറക്റ്റ് 6 ഇഞ്ച് കിട്ടും. നമ്മൾ മടക്കിയാണല്ലോ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒരു ബോക്സ് ആക്കിയിട്ട് മടക്കുക. കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ബോക്സ് ആക്കിയിട്ട് മടക്കാണ് ചെയ്യേണ്ടത്. ഇനി അതിന്റെ സെന്റർ നോക്കിയിട്ട് ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക, ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുക. ഈ ഒരു ഷേപ്പിലൂടെയാണ് കഴുത്തിന് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമ്മുടെ കഴുത്ത് മാർക്ക് ചെയ്തു. ഇനി ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അളവ് മാക്സി ഇതുപോലെ നീർത്തി വെക്കുക, ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ വെക്കുക. ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു എൻഡിൽ നിന്ന് ഞാനിപ്പോ ടാപ്പ് കൊണ്ട് അളക്കുന്ന ഒരു എൻഡ് ഉണ്ടല്ലോ, ആ ഒരു എൻഡിലേക്ക്, അതായത് കൈയിന്റെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്കാണ് നമ്മൾ ഷോൾഡർ അളക്കേണ്ടത്. എന്റെ ഷോൾഡർ 17 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഈ മാർക്കിങ് മാറിപ്പോയത് കൈയിന്റെ ഒരു തലക്കുന്ന മറ്റേ തലയിലേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡറിന്റെ നേർപകുതി നമുക്ക് 17 ഇഞ്ചാണല്ലോ ഷോൾഡർ കിട്ടിയത്. അതിന്റെ നേർപകുതി എത്രയാണെന്ന് നോക്കാം. ഇനി നിങ്ങളുടെ മാക്സിയിലൊക്കെ അളവ് വ്യത്യാസം ഉണ്ടാവും. ഓരോ സൈസിനനുസരിച്ചാണ് വരിക കേട്ടോ. അപ്പൊ എന്റെ അളവ് മാക്സിയിൽ 17 ഇഞ്ചാണ് ഷോൾഡർ കിട്ടിയത്. അതിന്റെ നേർപകുതി ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർക്കാം. ഷോൾഡറിന്റെ നേർപകുതി എടുത്ത് അതിലേക്ക് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് മാർക്ക് ചെയ്യാം. താഴെയും അതേ അളവ് കൊടുക്കുന്നുണ്ട്. കറക്റ്റ് ലൈന് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെ കൊടുക്കുന്നത്. സാധാരണ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഞാൻ പിടിക്കുന്നില്ല, ഇതുപോലെ കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് താഴെ മാർക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ കൈക്കുഴി ചെയ്യണം. ഇപ്പൊ നമ്മൾ മാർക്ക് ചെയ്യുന്ന കുഴിയാണ്. ഷോൾഡർ എത്രയാണോ കിട്ടിയത് അത് തന്നെയാണ് കൈക്കുഴി വരുന്നത്. ഈ മാർക്ക് ചെയ്യുന്നതാണ് കൈക്കുഴി വരുന്നത്. നമ്മുടെ ഷോൾഡർ എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെയാണ് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെസ്റ്റിന്റെ അളവാണ് എടുക്കുന്നത്. ചെസ്റ്റിന്റെ അളവ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അളവ് മാച്ച് ഇതുപോലെ ഫ്രണ്ട് ഭാഗം വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് ഇതാ ഞാനിപ്പോ ഈ കാണിക്കുന്നില്ലേ, കൈയിന്റെ ഈ ഒരു എൻഡ് മുതൽ, കൈ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു എൻഡ് മുതൽ മറ്റേ എൻഡ് വരെയാണ് നമ്മൾ എടുക്കേണ്ടത്. നമുക്കൊരു 24.5 ഇഞ്ചാണ് ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത്. എന്റെ നേർ 24.5 നേർ എടുക്കുക. ഇത്രയാണോ കിട്ടിയത് അതിന്റെ നേർപകുതിയാണ് വേണ്ടത്. ഇവിടെ 24 ആണ്. ഞാൻ നേർപകുതി ആക്കുകയാണ്. 12 കിട്ടുന്നത്. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, 12.25 മാർക്ക് ചെയ്യാം. ഇതാണ് ചെസ്റ്റിന്റെ അളവ് വരുന്നത്, 12.25 ഇഞ്ച്. അവിടെ നമ്മളൊരു മാർക്കിങ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഒരു തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൂടി കൂട്ടണം. നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണോ വേണ്ടത് അത് കൂട്ടിയാൽ മതി. ഇനി ഇതുപോലെ നമ്മൾ ഷോൾഡർ എത്രയാണ് എടുത്തത് നോക്കുക. അവിടെ നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കെയില് കൊണ്ട് ആ ഒരു അളവ് കൈക്കുഴി മാർക്ക് ചെയ്തത്, ഷോൾഡർ എത്രയാണോ എടുത്തത് അതാണ് കൈക്കുഴി മാർക്ക് ചെയ്തത്. അപ്പൊ അതൊന്ന് ഇങ്ങനെ സ്കെയില് കൊണ്ട് കറക്റ്റ് ലൈന് വരച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഇനി ഇവിടെ മുകളിൽ ഒരു ഷേപ്പ് കൊടുക്കാറുണ്ട്, ഷോൾഡറിന് ഒരു ഷേപ്പ്, അതൊരു 1 ഇഞ്ച് ഷേപ്പ് കൊടുക്കണം. ഇനി ഷേപ്പ് ഒന്ന് സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ചെയ്യാം. നെറ്റിന്റെ മാർക്കിന്റെ ഏറ്റവും മുകളിലേക്കാണ് വരേണ്ടത്. ഇനി നമ്മൾ സ്കെയിൽ കൊണ്ട് നമ്മൾ ചെസ്റ്റിന്റെ അളവ് നോക്കിയില്ലേ, അവിടെ ഒരു ലൈന് കറക്റ്റായിട്ട് വരച്ചു കൊടുക്കുക. അപ്പൊ നമുക്ക് മുകളിലെ ഭാഗം ഇപ്പൊ റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ആ കൈക്കുഴിക്ക് ഒരു കർവ് കൊടുക്കാം, ഒരു ഷേപ്പ് കൊടുക്കണം. ഇത് നമ്മൾ ഒരു ഇഞ്ചാണ് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത്. ഇനി ഇതിന്റെ നേർപകുതി, ഈ ഷേപ്പ് കൊടുത്തത് മുതൽ താഴോട്ട് എത്രയാണോ നോക്കാം, അതിന്റെ നേർപകുതി അത് മാർക്ക് ചെയ്യാം. അവിടെ നിന്നാണ് ഷേപ്പ് കൊടുക്കേണ്ടത്, കൈക്കുഴിന്റെ ഷേപ്പ് കൊടുക്കേണ്ടത് അവിടെ നിന്നാണ്. ഇങ്ങനെ ഇതേ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന ഇതേപോലെ തന്നെ കൊടുക്കാം. ഈ ഷേപ്പ് എങ്ങനെയാണ് വന്നതെന്ന് നോക്കാൻ നമ്മൾ അളവ് മാക്സിയുടെ കൈ ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഷേപ്പ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ഇനി നമ്മൾ മുകളിൽ നിന്നൊരു 14.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മുടെ മാക്സിന്റെ ചെറിയൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ബോഡിയിലുള്ള ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് 14.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇനി ജസ്റ്റ് അതൊന്ന് ഒരു ലൈനായിട്ട് വരയ്ക്കും. ചെറിയൊരു ലൈൻ വരച്ചാൽ മതി, നമുക്ക് അളവ് എവിടെ ഏത് വരെയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ അളവ് മാക്സിയിലും ഇതുപോലെ ഒരു 14.5 ഇഞ്ച് എവിടെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. അവിടെ നിന്നാണ് നമ്മൾ ഇനി ഷേപ്പിന്റെ ലൂസ് എത്രയാണ് എന്ന് നോക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ ഷേപ്പിന്റെ ലൂസ് എത്രയാണെന്നുള്ളത് നോക്കാം. അതിന്റെ നേർപകുതിയാണ് വരിക. അതിലേക്ക് തയ്യൽ തുമ്പ് കൂടി കൂട്ടുക. അപ്പൊ എനിക്ക് കിട്ടിയ അളവ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ 14.5 ഇഞ്ചിലാണ്, 14.5 ഇഞ്ച് ഇറക്കിയിട്ട് അവിടെ നിന്നാണ് ഷേപ്പ് നോക്കേണ്ടത്. അത് മാറിപ്പോകരുത്. ഞാൻ അളവ് ഇവിടെ പറയാത്തത്, എന്റെ അളവ് പറയാത്തത് ഓരോരുത്തർക്കും അളവ് വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്റെ അളവ് പറയാത്തത്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ അളവ് എത്രയാണോ അത് മാർക്ക് ചെയ്യാൻ. ഇനി നമ്മൾ ഒരു 24.5 ഇഞ്ചിൽ ഒരു മാർക്കിങ് കൊടുക്കാം. നമ്മൾ അളവ് മാക്സിൽ 24 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ ഈ ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടത്. സാധാരണ ഒരാളെ അളവെടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ഈ അളവൊക്കെ നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഇത് നമ്മുടെ കയ്യിൽ തന്നെ അളവ് മാക്സ് ഉള്ളത് കൊണ്ട് അതിൽ നിന്ന് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്താലും മതി. അപ്പൊ നമ്മളിവിടെ 24 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നമുക്ക് എത്രയാണോ ഷേപ്പ് കിട്ടിയത് നമ്മൾ അളന്നതിന്റെ നേർപകുതി അതും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇനി നമ്മൾ ഏറ്റവും താഴെ ബോട്ടം സൈഡിൽ എത്രയാണ് വീതി വരുന്നത് നോക്കാം. നമ്മുടെ മാക്സിയുടെ ഏറ്റവും താഴെ എത്രയാണ് വീതി വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീതി കൊടുക്കുക. ഇനി അതല്ല മാക്സി ബിറ്റിന്റെ മുഴുവനായിട്ടും നമ്മൾ തുമ്പ് മാത്രം മാറ്റിയിട്ടിട്ട് മുഴുവനായിട്ടും കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ. ഇനി അതല്ല നിങ്ങൾക്ക് വേണ്ട അളവിലാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയും കൊടുക്കാം. ഞാൻ റെഡിമെയ്ഡ് മാക്സി ആയതുകൊണ്ട് തന്നെ ഞാൻ ആ ബിറ്റിന് ഫുള്ളായിട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടവർക്ക് അത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ അളവ് കിട്ടിയത് അത് കൊടുക്കുക, പ്ലസ് അതിലേക്ക് തയ്യൽ തുമ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ അളവുകളൊക്കെ തമ്മിൽ ജോയിൻ ചെയ്യാൻ കേട്ടോ. നമ്മൾ സൈഡിൽ അളന്ന ഈ അളവുകളൊക്കെ ഒന്ന് സ്കെയിൽ ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം. ഇനി ഷേപ്പ് കൊടുക്കണമെങ്കിൽ നമ്മൾ കൈ കൊണ്ട് ഷേപ്പ് കൊടുക്കുക. ഇനി അതല്ലെങ്കിൽ ഷേപ്പ് സ്കെയിൽ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഷേപ്പ് കൊടുക്കട്ടോ. മാക്സിക്ക് അധികം ഷേപ്പ് കൊടുക്കാറില്ല. സാധാരണ ചെറിയൊരു ഷേപ്പ് കൊടുത്തിട്ട് പിന്നെ ഷേപ്പ് ആക്കണമെങ്കിൽ ഷേപ്പ് ആക്കാണ് ചെയ്യുക. നമ്മൾ അളവിനനുസരിച്ച് ഷേപ്പ് ആക്കാണ് ചെയ്യുക. ഇനി ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ കൃത്യമായിട്ടുള്ള അളവിൽ നമുക്ക് ഷേപ്പ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ ഈ ഒരു ആദ്യം 14 ഇഞ്ചും പിന്നെ 24 ഇഞ്ചും ഒക്കെ മാർക്ക് ചെയ്ത് കറക്റ്റ് അളവെടുക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു തരാം. ഇങ്ങനെയാണ് നമ്മൾ കഴുത്ത് ആദ്യം മാർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ചും 2.5 ഇഞ്ച് താഴോട്ടും ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുമിച്ച് കട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷോൾഡർ എടുത്തിട്ട് ഷോൾഡറിന്റെ നേർപകുതി എത്രയാണെന്നുള്ളത് അത് മാർക്ക് ചെയ്തു തയ്യൽ തുമ്പ് കൂടി ചേർത്തിട്ട്. ഇനി കൈക്കുഴിയും ആ ഷോൾഡറിന്റെ എത്രയാണോ പകുതി അത് സെയിം അളവ് തന്നെയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ മുകളിൽ ഒരു ഷേപ്പ് കൊടുത്തു 1 ഇഞ്ച്. പിന്നെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ട് ചെസ്റ്റിന്റെ നേർപകുതി എത്രയാണോ നോക്കിയിട്ട് അത് മാർക്ക് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തു. ഇതാണ് കൈക്കുഴി വരുന്നത്. പിന്നെ നമ്മൾ ഈ 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട്
14.5 ഇഞ്ചിൽ എത്രയാണ് ഷേപ്പ് വരുന്നത് നോക്കി ആ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. തയ്യൽ തുമ്പ് ചേർക്കാൻ മറക്കരുത് നമ്മൾ ഈ അളവ് കൊടുക്കുമ്പോൾ. പിന്നെ നമ്മൾ ഏറ്റവും താഴെ ബോട്ടം സൈഡും ഇതുപോലെ തന്നെ അളവ് നോക്കിയിട്ട് മാർക്ക് ചെയ്തു നമ്മളിത് കട്ട് ചെയ്യാണ്. നമ്മൾ ഈ കഴുത്ത് ഇതുപോലെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കറക്റ്റ് റൗണ്ട് വരുന്ന രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഈ ഒരു ഭാഗത്താണ് നമുക്ക് ഇനി കൈ എടുക്കേണ്ടത്. നൈറ്റ് ബിറ്റ് വരുമ്പോൾ കറക്റ്റ് അളവായിരിക്കും തുണി വരിക. അതുകൊണ്ട് ചെറുതായിട്ട് മാറിപ്പോയാൽ പിന്നെ കൈ കിട്ടില്ല. അപ്പൊ ഇവിടെ കട്ടിങ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് മുന്നോട്ട് പോവാതെ നോക്കുക. ഈ ഒരു പോർഷനിൽ നിന്നാണ് നമ്മൾ ഇനി കൈ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന ഒരു ഇതല്ലോ, ആ ഒരു പീസ് കൊണ്ടാണ് കൈ എടുക്കുക. ഹാഫ് സ്ലീവ് ആയിട്ട് എടുക്കുക. നമ്മളിങ്ങനെ താഴോട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി ഈ ഒരു ഭാഗം നമുക്ക് സ്ലീവ്, കൈ മുക്കാൽ സ്ലീവ് വേണ്ടവർക്ക്, അതായത് 3/4 സ്ലീവ് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാനുള്ള പീസാണ് ഇത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് കളയരുത്. അതേപോലെ നെക്കിന്റെ ഫോൾഡിങ്, നെക്കിന്റെ പൈപ്പിംഗ് കൊടുക്കാനൊക്കെ ഈ ഒരു പീസാണ് നമ്മൾ എടുക്കുക. നൈറ്റി പീസിൽ ഈ ഒരു പീസ് മാത്രമാണ് ബെസ്റ്റ് ആയിട്ട് വരിക. ബാക്കി കൃത്യമായിട്ട് നമ്മൾ നൈറ്റിക്ക് വേണ്ടി എടുക്കുകയാണ് ചെയ്യാൻ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ കട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നൈറ്റി വരിക. ഈ ഷേപ്പൊക്കെ നമ്മൾ കൃത്യമായിട്ട് കൊടുത്താൽ കറക്റ്റ് ബോഡിയിൽ ഫിറ്റിംഗ് ആയിട്ട് കിടക്കണം. ഞാൻ റെഡിമെയ്ഡ് മാക്സി ആയതുകൊണ്ട് തന്നെ കൂടുതൽ ഷേപ്പ് കൊടുത്തിട്ടില്ല. ഇനി അളവ് അതിന്റെ ഷേപ്പ് വേണ്ടവർക്ക് അതെടുത്ത് കൊടുക്കാമെന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ഷേപ്പ് കൊടുത്തിട്ടില്ല. ഇതുപോലെ നമുക്ക് 2 പീസായിട്ടാണ് കിട്ടുക. അപ്പൊ നമ്മൾ ഫ്രണ്ടും ബാക്കും ഒരുമിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ 2 മടക്ക്, കറക്റ്റ് സെന്ററിൽ കൂടി ഒരു മടക്ക് കൊടുക്കുന്നത്. ഇനി ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് 2 പീസായിട്ട് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഒരു പീസ് അതിൽ നിന്ന് മാറ്റി വെക്കും. ഒന്ന് ബാക്കിനാണല്ലോ, അപ്പൊ ബാക്ക് പീസ് നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി നമ്മൾ ഇതിന്റെ കഴുത്ത് മാത്രം, ഫ്രണ്ടിന്റെ കഴുത്ത് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്താൽ മതി. ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം ഈ കഴുത്ത് മാത്രമാണ്. അപ്പൊ ആ കഴുത്തൊന്ന് ഇറക്കി കട്ട് ചെയ്യുക. ഞാൻ ഇതിൽ കട്ട് ചെയ്യുന്നില്ല, കാരണം ഞാനിതിൽ എംബ്രോയിഡറി വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കാണിക്കാണ്. അപ്പം വീതി നമ്മൾ 3 ഇഞ്ച് തന്നെയാണ് എടുക്കുക. താഴോട്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഒരു 5.5-6 ഇഞ്ചാണ് എടുക്കേണ്ടത്. 5.5 ഇഞ്ച് എടുത്താലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് 6 ഇഞ്ചാവും. ഇനി 6 ഇഞ്ചാണ് എടുക്കുന്നത് വെച്ചാൽ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ 6.5 ഇഞ്ചാവട്ടോ. അപ്പൊ നിങ്ങൾക്ക് അത് എത്രയാണോ കഴുത്ത് വേണ്ടതെന്ന് എടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഒരു റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്യാം. നമ്മളിപ്പോ ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം എനിക്ക് എംബ്രോയിഡറി നെക്ക് ആയതുകൊണ്ട് കട്ട് ചെയ്യുന്നില്ല. ഇനി നമ്മൾ കൈയാണ് എടുക്കാൻ പോകുന്നത്. ഇവിടെയാണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ ഇതൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഈ ഒരു പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മൾ ജോയിന്റ് കൊടുക്കുകയാണ് ചെയ്യുക. നമുക്ക് ഇത്ര പോകുന്നൊരു പീസാണ് വേസ്റ്റേജ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബോട്ടം സൈഡ്, കയ്യിന്റെ ഏറ്റവും അടിഭാഗം എത്രയാണെന്നുള്ളത് നോക്കാം. ഈ കരഭാഗം വരുന്ന ഭാഗമാണ് കയ്യിന്റെ അടിഭാഗം വരിക. അപ്പൊ അത് നമ്മൾ ആ ഫോൾഡ് വരുന്ന ഭാഗത്ത് നിന്ന് ആ ഒരു അളവ് മാർക്ക് ചെയ്യുക. എത്രയാണ് അളവ് എന്നുള്ളത് അത് മാർക്ക് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ഇഞ്ച് കൂടി തയ്യൽ തുമ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി ഇവിടെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരിക. ഇവിടെ നമ്മളൊരു 3.5-4 ഇഞ്ചാണ് സാധാരണ കൊടുക്കാറുള്ളത്. ഷേപ്പ് കിട്ടാനുള്ള അളവാണിത്. നമുക്ക് ഇതിന്റെ താഴ്ഭാഗത്താണ് ഈ ഷേപ്പ് കിട്ടേണ്ടത്. കാരണം ഈ താഴ്ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റ് സ്ട്രൈറ്റ് വരില്ല. ഇവിടെയാണ് നമുക്ക് കിട്ടേണ്ടത് ഈ അളവ്. അപ്പൊ അതിന് നമ്മൾ ഈ ഒരു അളവ് കറക്റ്റ് ആയിട്ട് താഴ്ഭാഗത്ത് എടുക്കുകയാണ് ചെയ്യുക. ഇവിടെ നിന്നുള്ള ഈ അളവ് കൃത്യമായിട്ട് നോക്കുക. 3.5 ഇഞ്ച് 4 ഇഞ്ചൊക്കെയാണ് കൊടുക്കുക. നമുക്കൊരു 3.5 ഇഞ്ച് കൊടുത്താൽ മതി. ഒരു ലൈന് വരച്ചു കൊടുക്കുക. 2 സൈഡിൽ നിന്നും 3.5 ഇഞ്ചാണ് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി ഈ ഒരു എൻഡിൽ നിന്ന് നമ്മൾ തുമ്പ് കൊടുത്തില്ല, ആ ഒരു എൻഡിൽ നിന്ന് ഇതുവരെ കറക്റ്റ് സ്കെയിൽ കൊണ്ടൊരു ലൈന് വരച്ചു കൊടുക്കുക. ഞാൻ ഈ കാണിക്കുന്ന ഇതേപോലെ തന്നെ കേട്ടോ. നമ്മൾ ബോട്ടം സൈഡ് തന്നെ മാർക്ക് ചെയ്ത് തുമ്പ് കൊടുത്തില്ല, ആ ഒരു എൻഡിൽ നിന്ന് ഇതുവരെ ഇങ്ങനെ ഒരു മാർക്കിങ് കൊടുക്കുക.
ഇനി നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഷേപ്പാണ് കൊടുക്കേണ്ടത്. ഈ ഷേപ്പ് എങ്ങനെയാണ് വരക്കുക എന്നുള്ളതിൻ്റെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ഒരു വീഡിയോ അത് ചെയ്യട്ടോ. ഇനി കൈയിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ വേണ്ടവർക്ക് അത് ചെയ്യുക. കാരണം ഇതിലൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ചെറിയൊരു പീസിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് തന്നെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നോക്കിയാൽ മതി. നമ്മുടെ ഈ അളവ് മാക്സിയുടെ ഷേപ്പ് നോക്കിയാലും ഏകദേശം ഒരു ധാരണ കിട്ടും. ഇനി നമ്മളവിടെ ഒരു 3 ഇഞ്ചൊക്കെ എടുത്തൊരു കൺഫ്യൂഷൻ വന്നില്ല, എങ്ങനെയാണ് ആ 3 ഇഞ്ച് കിട്ടിയത്? ഇങ്ങനെ നോക്കിയാലും കൃത്യമായിട്ടുള്ള അളവ് കിട്ടും കേട്ടോ. നമ്മുടെ കൈയിൻ്റെ ഇങ്ങനെ ഒരു മടക്കി വെച്ചിട്ട് നമ്മുടെ താഴത്തുള്ള ആ ഷേപ്പ് ഉണ്ടല്ലോ, ആ താഴത്തെ ഷേപ്പ് മുതൽ ഇങ്ങനെ ഒരു മടക്കി വെച്ച് കഴിഞ്ഞാൽ ഈ അളവ് കിട്ടും. നമുക്കിത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ചെയ്യട്ടോ. മാക്സി ബിറ്റിൻ്റെ കൈ മാത്രം എടുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. ഇവിടെ നിന്നുള്ള ഈ അളവാണ് നമ്മൾ നേരത്തെ 3.5 ഇഞ്ച് എടുത്തത്. അതായത് ഈ ഒരു ഷേപ്പ് മുതൽ നമ്മുടെ ഈ കൈയിൻ്റെ എൻഡ് മുതൽ ഈ ഒരു ലൈന് കിട്ടുമല്ലോ, നമുക്ക് ഇങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ലൈൻ ഉണ്ട്. ആ ലൈനിലേക്ക് അളവ്, അതാണ് നമ്മൾ 3.5 ഇഞ്ച് ഇവിടെ എടുത്തത്. ഈ ഒരു അളവ് ഇത് സാധാരണ ഒരു 3.5-4 ഇഞ്ചാണ് വരിക. നമ്മളിതിലൊരു 3.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഈ അളവിന് താഴത്ത് കൊടുത്തു കഴിഞ്ഞാൽ താഴത്തും അതേ അളവ് തന്നെയാണ് വരുന്നത്. ആ അളവിലേക്ക് നമ്മൾ ഈ ഷേപ്പ് കൊടുക്കണം വേണ്ടത്. ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്ന ഷേപ്പ് ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇതേ ഷേപ്പിലാണ് നമ്മൾ കൈ കട്ട് ചെയ്യേണ്ടത് കേട്ടോ. കൈയിൻ്റെ ഭാഗം നല്ല കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തുടക്കക്കാർക്ക്, തീരെ അറിയാത്ത ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ കൂടി ചെയ്യാം, കൈ മാത്രം കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കൈയിൻ്റെ ജോയിൻറ്റ് കട്ട് ചെയ്യാണ്. അത് മുക്കാ സ്ലീവൊക്കെ ആവശ്യമുള്ളവർക്ക് ജോയിൻറ്റ് കട്ട് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് ഈ ഒരു പീസ് കൊണ്ട് കഴുത്തിൻ്റെ പല മോഡലുകൾ കൊടുക്കാനൊക്കെ എടുക്കാൻ പറ്റും. ഞാനിവിടെ 3/4 സ്ലീവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു പീസ് കൂടി ഇവിടെ നിന്ന് എടുക്കുകയാണ്. അതിന് നമ്മൾ ഈ കരഭാഗം വരുന്ന ഭാഗം അടിഭാഗത്തേക്കായിട്ടാണ് വെക്കേണ്ടത്. നമ്മുടെ ഈ ഒരു കൈയിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം ഇതിൻ്റെ ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന പോലെ ഇങ്ങോട്ടാണ് വരേണ്ടത്. ഇങ്ങനെ വെച്ചിട്ടാണ് ഷേപ്പ് എടുക്കേണ്ടത്. അപ്പോഴേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇത് അടിഭാഗത്ത്, കരഭാഗമായിരിക്കും എപ്പോഴും എൻഡ് ഭാഗത്തേക്ക് വേണ്ടത്, അതായത് കൈയിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് വേണ്ടത്. അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട, മടക്കിയടിക്കേണ്ട ആവശ്യമില്ല കരഭാഗമാണെങ്കിൽ. അന്നേരം സ്കെയിൽ വെച്ചിട്ട് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈന് കൊടുക്കുക. ഇതുപോലെ ലൈന് കൊടുത്താൽ മതി. അപ്പം 4 പീസ് നമുക്ക് ജോയിൻറ്റ് ചെയ്യാൻ കിട്ടും കേട്ടോ. ഇങ്ങനെ ഈ പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പം നമുക്ക് 4 പീസ്, ഒരു കയ്യിൽ തന്നെ 2 പീസ് ജോയിൻ ചെയ്യാനുണ്ടാവും. അടുത്ത കയ്യിലും ഇതുപോലെ 2 പീസ് ജോയിൻ ചെയ്യാനുണ്ടാവും. ഇനി ഇതൊന്ന് കറക്റ്റ് അടിഭാഗമൊക്കെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊടുക്കുക, കറക്റ്റ് ലൈന് ആക്കി കൊടുക്കുക. ഇതിപ്പോൾ ചെറിയ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് കട്ട് ചെയ്തതിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ ചെറിയൊരു വളവും തിരിവൊക്കെ ഉണ്ടാവും. അതൊന്ന് സ്കെയിൽ വെച്ച് കൃത്യമായിട്ട് ഒരേ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇത് ഹാഫ് സ്ലീവ് വേണ്ടവർ ഇത് കട്ട് ചെയ്യണ്ട കേട്ടോ. ഇത് ഹാഫ് സ്ലീവ് 3/4 സ്ലീവ് വേണ്ടവർ മാത്രമാണ് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളെ കൈ ഒന്ന് വെച്ച് നോക്കിയാൽ അറിയാം, കൈ അത് കറക്റ്റ് ആ ഷേപ്പ് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ അത് കറക്റ്റ് ഷേപ്പിൽ കൈയിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ കഴുത്തിൻ്റെ ബാക്ക് കഴുത്തിൻ്റെ പൈപ്പിംഗ് കൊടുക്കണമല്ലോ, ബാക്ക് കഴുത്തിൻ്റെ മുകളിൽ. അത് സ്റ്റിച്ചിങ് വീഡിയോ ഇതിൻ്റെ പിന്നിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് അതിൽ വീഡിയോയിലുണ്ടാവും. ആ ഒരു പീസ് നമ്മളിപ്പോൾ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇത് ബാക്ക് പീസിൻ്റെ ആ ഒരു പൈപ്പിംഗ് കൊടുക്കാനുള്ള പീസാണ്. ചെറിയൊരു ക്രോസിൽ തന്നെ, ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തത് ചെറിയൊരു ക്രോസ് വരുന്ന രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ചിങ് നല്ല ഫിനിഷിങ് ഉണ്ടാവും. അതേപോലെ തന്നെ സ്റ്റിച്ചിങ് ചെയ്യാനും കുറച്ചും കൂടി എളുപ്പമായിരിക്കും കേട്ടോ. കാരണം ഒരു ചെറിയ വലിവ് കിട്ടുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പീസ്, പൈപ്പിംഗ് പീസ് ഷേപ്പ് ഇടുന്ന കഴുത്താണ്ട്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. നമുക്ക് കട്ടിങ് കാരണം നമുക്ക് വരുന്നത് എംബ്രോയിഡറി, അല്ലെങ്കിൽ ഫ്രണ്ടിനും ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് വേണം അടിക്കാൻ. നമ്മളിപ്പോൾ ചെയ്യുന്നത് എംബ്രോയിഡറി നെക്ക് വരുന്ന പീസാണ്, അല്ല എംബ്രോയിഡറി കഴുത്താണ് വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് ഷിബിന്റെ പീസാണ് കേട്ടോ. ഷിബിനും തന്നെ എംബ്രോയിഡറി ആയതുകൊണ്ട് തന്നെ ചെറിയ 2 പീസ് മടക്കി വെച്ച് അടിക്കാനാണ്. സ്റ്റിച്ചിങ് വീഡിയോയിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് അടിക്കുന്നത് എന്നുള്ളത്. അതുകൂടി നമ്മൾ ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് തന്നെ പോവാണ്. നമുക്ക് ആ മെയിൻ പീസ് കട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. ഇതൊക്കെ നമുക്ക് എത്രയാണോ അളവ് വരുന്നത് ആ ഒരു അളവിൽ കട്ട് ചെയ്തെടുക്കാൻ മാത്രമേ ഉള്ളൂ. ഫ്രണ്ടും ബാക്കും ആ ഷോൾഡറും കൈയും ഒക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് മെയിനായിട്ട് പഠിക്കേണ്ടത് കേട്ടോ. ഇത് സാധാരണ അളവിൽ ഒരു ഇഞ്ച് രീതിയിൽ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ മടക്കാണ് നമ്മൾ ഷിബിനുള്ള പീസാണത്. ഇങ്ങനെയാണ് വെക്കുക. ഷിബ്